BSc നേഴ്സ് ഒരു കാര്യവും സിമ്പിൾ അല്ല. ഓക്കെ, ഒരു 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 BSc നേഴ്സ് സിമ്പിൾ ആണോ വെച്ചാൽ നേഴ്സിംഗ് നമ്മളിങ്ങനെ കാണുന്ന പോലെയല്ല, ഏകദേശം ഈക്വൽ ടു ഡോക്ടേഴ്സ് അതുപോലെ നമ്മൾ പഠിക്കുന്നുണ്ട്. അനാറ്റമി, ഫിസിയോളജി, രോഗത്തെ പറ്റിയും നമ്മൾ ഓർക്കല്ല് ഒള്ളി മരുന്ന് കൊടുക്കുന്ന മാത്രമല്ല, നമ്മൾ ഈ ഡോക്ടേഴ്സ് പോകും ഹോസ്പിറ്റലിൽ നിന്ന്. പിന്നെ 24 മണിക്കൂറും ഒരു പരിധി വരെ ആ ഹോസ്പിറ്റലിലും രോഗികളും നേഴ്സിന്റെ കയ്യിലാണ്. ഒരു രോഗിക്ക് എന്തെങ്കിലും ഒന്ന് വന്നാല് അത് എന്താണെന്ന് മനസ്സിലാക്കി, ഒരു അബ്നോർമൽ ആണ് എന്ന് മനസ്സിലാക്കി ഡോക്ടറെ വിളിക്കുന്നത് നേഴ്സാണ്. പലപ്പോഴും നമുക്ക് പുതിയ ഡോക്ടേഴ്സ് ഒക്കെ വരുമ്പം ഒരു എക്സ്പീരിയൻസ് നേഴ്സ് ആണെങ്കിൽ പറയും, ഡോക്ടറെ ഇന്ന ട്രീറ്റ്മെന്റ്. അത്രയ്ക്ക് നമ്മൾ നേഴ്സിങ്ങിനെ ഒരിക്കലും താഴ്ത്തി കാണരുത്. നേഴ്സ് അത്ര സിമ്പിൾ അല്ല. നമ്മളെല്ലാം സിസ്റ്റം ബൈ സിസ്റ്റം, എല്ലാ ഡയഗ്നോസിസും അതിന്റെ ട്രീറ്റ്മെന്റും എല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട്, വളരെ തറവായിട്ട് പഠിക്കുന്നുണ്ട്. അതുപോലെ ഞാൻ നേഴ്സ് പ്രാക്ടീഷണർ ആണ്. ഞാൻ ഒരു രോഗിയെ കാണുന്നത്, ഞാൻ സൈക്കാട്രിക് നേഴ്സ് പ്രാക്ടീഷണർ എന്ന് പറഞ്ഞാൽ ഏകദേശം ഈക്വൽ ടു സൈക്കാട്രിസ്റ്റ് ആണ്. ഞാനൊരു രോഗിയെ കണ്ട് ഡയഗ്നോസ് ചെയ്ത് ട്രീറ്റ് ചെയ്യുന്നു. ഇതെന്റെ ബേസിക് എവിടെ നിന്നാണ് കിട്ടി? എന്റെ നേഴ്സിംഗിൽ നിന്ന്. ആ നേഴ്സിംഗിൽ നിന്ന് പഠിച്ചു ഞാൻ BSc എടുത്തു, മാസ്റ്റേഴ്സ് എടുത്തു, നേഴ്സ് പ്രാക്ടീഷണറായി. അപ്പോൾ നമ്മൾ ഒരിക്കലും എല്ലാ ജോലിക്കും, ഇപ്പൊ ഹോട്ടൽ മാനേജ്മെന്റ് ആണെങ്കിലും ശരി, IT പ്രൊഫഷൻ ആണെങ്കിലും ശരി, ITA ആണെങ്കിലും ശരി, ഇവൻ ഒരു കുക്ക് ആണെങ്കിലും ശരി, എല്ലാ പ്രൊഫഷനും അതിൻ്റെതായ നന്മയുമുണ്ട്, അതിൻ്റെതായ കോട്ടമുണ്ട്. എല്ലാത്തിനും പഠിക്കണം. ഒരു ഫുഡ്, എനിക്ക് തോന്നുന്നു ഒരു കുക്ക് ആണെങ്കിൽ പോലും ന്യൂട്രീഷണൽ വാല്യൂ, ഫുഡിന്റെ ന്യൂട്രീഷണൽ വാല്യൂ അറിയണം. ആ ഫുഡ് എങ്ങനെയാണ് ഡൈജസ്റ്റ് ചെയ്യുന്നത്, അങ്ങനെ പല കാര്യങ്ങളും അറിയണം. അതുപോലെ തന്നെ നമ്മൾ കാണുന്ന ഫിസിക്കൽ തെറാപ്പിസ്റ്റ് അവര് മൊത്തം ബോണിനെ പറ്റി എല്ലാ ബോഡി പഠിക്കുന്നുണ്ട്. എല്ലാത്തിനും ഇപ്പൊ നിങ്ങളിപ്പം എന്ത് പഠിക്കാൻ പോയാലും അതിന്റെ എല്ലാത്തിന്റെ പുറകിൽ ഒരു സയൻസ് ഉണ്ട്, ഒരു റിസർച്ച് ഉണ്ട്. അത് പഠിപ്പിച്ചിട്ടാണ് എല്ലാം ഇപ്പൊ പ്രൊഫഷണൽ കോഴ്സാണ്. ആ സയന്റിഫിക് തിയറിയും എന്നിട്ട് വി ആർ പുട്ടിങ് ഇറ്റ് ഇൻ പ്രാക്ടീസ്. അത് നമ്മൾ പിന്നെ പ്രാക്ടീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്.